ഗൈസ്, നിങ്ങളെല്ലാവരും ചിക്കൻ കറി വെക്കാറുണ്ടോ? ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ചേച്ചീൻ്റെ വീട്ടിലാണ്. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ കുറച്ച് ഗ്രേവി മാത്രമായിട്ടുള്ളൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. അതിനിപ്പോൾ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. എന്നിട്ട് നമ്മൾ പാൻ വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. പാൻ ചൂടായപ്പോൾ ഈ കാണുന്ന ഏലക്ക, കറുവപ്പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചില്ലേ അതും ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി, അതൊന്ന് കുറച്ച് ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോൾ കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. വലിയ ജീരകമാണ് കേട്ടോ ഇടുന്നത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളി ഇടുക കേട്ടോ. മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ, പെട്ടെന്നൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വരും. അത് കുറച്ച് നേരം വേണമെങ്കിൽ മൂടിയൊക്കെ വെക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളി നല്ല ഉടഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അതും അടച്ച് വെക്കാം കേട്ടോ, നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതുപോലെ ആയി വരും കേട്ടോ. നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ട് വരും. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി പൊടികളിടാൻ പോകുന്നത്. പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ഇടുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും പൊടികൾ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് നിങ്ങൾ ഇടുക. ഇപ്പോൾ നമ്മളൊരു ഏകദേശം അളവിലാണ് ഇടുന്നത്, കറക്റ്റായിട്ട് അളവൊന്നുമില്ല. അപ്പോൾ ആ ഒരു അളവിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോരോ പീസായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ടിട്ട് ചിക്കനിലെല്ലാവരുടെയും മസാലയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ച ജാറിൻ്റെ അതിലോട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ചിക്കനിലോട്ട് ഒഴിച്ച് മസാലയെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവും കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിനി ഇതിലെ പ്രധാന പൊടികളൊക്കെ ഇടാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം, ചിക്കൻ മസാല ഇടാം, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യാം, കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.